തൊപ്പി ഗ്യാങ്ങിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയുടെ പരാതിയിലാണ് DGP റവാഡ ചന്ദ്രശേഖർ ഉത്തരവിട്ടിരിക്കുന്നത്. നമ്മുടെ മീറ്റപ്പുകൾക്കാണെങ്കിൽ പോലും തൊപ്പി അങ്ങനെ ജോയിൻ ചെയ്യാറില്ല. അവൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ടൈപ്പ് അങ്ങനത്തെ ഒരു ആളെ സ്വഭാവം അല്ലായിരുന്നു. അവൻ ആ സമയത്ത് നമ്മളെ അത് ജോയിൻ ചെയ്തു. MRC എന്നൊക്കെയാണ് എടുത്തോണ്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പം എന്റെ പേരിന്റെ മുന്നിൽ കിടക്കുന്നത് MRC ആണ്, മനസ്സിലായില്ല. അപ്പം എനിക്ക് തന്നെ കുറച്ച് ഇതുണ്ട് ഇത് കേട്ടോണ്ടിരിക്കുമ്പോ. അപ്പം ഇപ്പോഴെങ്കിലും നമ്മൾ വന്നിട്ട് ഇതിന്റെ അകത്ത് ഇടപെട്ടില്ലെങ്കിൽ അത് ശരിയാവത്തില്ല. നമ്മളെ സ്ട്രീമേഴ്സ് എന്ന പേരിൽ എന്ത് തന്നില്ലായ്മ കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട് പറ്റത്തില്ല. കാരണം ഒരു പറ്റം കൊച്ചു പിള്ളേർ ഇവനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇവന് കുറച്ചധികം റവന്യൂകൾ കയറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സാധനത്തിന് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ പറ്റൂ. കാരണം ഒരുപാട് കുട്ടികളിലേക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ലൈംഗിക ചേഷ്ടകൾ തൊട്ട് ലൈംഗിക പരിപാടികൾ തൊട്ട് പരസ്പരം ആണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ ഉപയോഗം, 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാരെ ഏത് രീതിയിലാണ് ഇവർ ഉപയോഗിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, സ്കാം, പിന്നെ ഇവർക്ക് സൂപ്പർ ചാറ്റ് വഴി ക്യാഷ് വരുന്നുണ്ടല്ലോ, ആ ക്യാഷിനെ തുടർന്ന് ഹവാല ഇടപാട് വരെ ഉണ്ടെന്നുള്ള രീതിയിലാണ് പല പ്രചരണങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനൊരു വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെന്ന് തന്നെ വെച്ചോ, അതിന് തക്കതായ ഒരു അന്വേഷണം ഉറപ്പായിട്ട് തന്നെ വരും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊപ്പിയെടുത്ത് അന്വേഷണം വരുന്നുണ്ടെന്ന്. കൃത്യമായിട്ട് രാത്രിയോടുകൂടി നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. തൊപ്പിക്ക് ഡയറക്റ്റ് DGPയുടെ തന്നെ ഉത്തരവ് വന്നിട്ടുണ്ട്. കാരണം ഇവർ തന്നെ തെളിവുകൾ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാരി എറിഞ്ഞിട്ടുണ്ട്. ആ വാരി എറിഞ്ഞ സാധനങ്ങൾ തന്നെ മതി ഇവന്മാർക്കെതിരെ കേസെടുക്കാൻ, ഇവന്മാർ ഏത് തരത്തിലാണ് ആൾക്കാർക്കിടയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലേക്ക് വരുത്തി തീർക്കാനൊരു കാര്യം. ഇതിന് മുമ്പ് തൊപ്പിയുടെ വീട്ടിൽ പോലീസ് കയറിയപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് അത്ര ന്യായമായിട്ടുള്ള കാര്യങ്ങളല്ലായിരുന്നു. പക്ഷേ ഇത് വ്യക്തമായ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ്. എപ്പോഴും ഇതുപോലുള്ള തന്തയില്ലായ്മ കാണിച്ചങ്ങ് വളരാം എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്ന്, അല്ലെങ്കിൽ ഇത് കാണിച്ച് വളർന്നപ്പോഴത്തേക്കും ഇനി ഞാൻ എന്തും കാണിച്ചു കഴിഞ്ഞാൽ ആരും എന്നെ ഒന്നും പറയത്തില്ല എന്നൊരു ബിൽഡപ്പ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞല്ലോ, കേസ് കൊടുത്ത് ഡീഫം ചെയ്തതിന് ശേഷം കിട്ടുന്നൊരു പൈസ ഉണ്ട്, അത് ഞാൻ പാവങ്ങൾക്ക് കൊടുക്കുന്നു. അയ്യോ, അത് കേട്ടപ്പോഴത്തേന് എല്ലാവരും ഇങ്ങനെ കൈകൂപ്പി തൊപ്പിയണ്ണ നീ അതണ്ണ അണ്ണൻ സൂപ്പർ മുമ്പലണ്ണ എന്നങ്ങ് പറയുമെന്ന് വിചാരിച്ചില്ലേ? നിന്റെ ബിൽഡപ്പും നിന്റെ ഓരോ പരിപാടി ഉണ്ടല്ലോ, നിന്റെ സ്ക്രിപ്റ്റൊക്കെ, ആ സ്ക്രിപ്റ്റൊക്കെ അങ്ങ് മടക്കി പോക്കറ്റ് വെച്ചാൽ മതി. അത് ഈ ചിലപ്പോൾ ഇതൊക്കെ കണ്ട് ചിലപ്പോൾ ആരാധിക്കുന്നവർക്ക് മനസ്സിലാവും. പക്ഷെ അണ്ണ അതിൻ്റെ ഇടയിൽ കൂടെ അടിച്ചുവിടുന്ന ഓരോ ഡയലോഗുകൾ ഏത് തരത്തിൽ എവിടെ പോയി കൊളുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നതെന്നൊക്കെ ഉള്ളത് കോമൺ സെൻസോട് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ കേട്ടോ. അപ്പം ഇവന്റെ കേസിന്റെ കാര്യം ഒന്ന് നോക്കാം. അതിനുശേഷം ഈ MRC ക്ലാൻ ഉണ്ടല്ലോ, ഈ ക്ലാനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഉത്ഭവം എവിടെയാണെന്നും, ഇതിനകത്ത് ഇപ്പൊ ക്ലാനിലുള്ള ഇവനെക്കാളും മുമ്പുള്ള മെമ്പേഴ്സ് ഉണ്ടല്ലോ, ഇവനാണ് ഇതിന്റെ ഓർഗനൈസേഷൻ മൊത്തം ഉള്ള കാര്യം പറയാമല്ലോ. ഈ MRC എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. അത് ഉണ്ടാക്കിയ 2 പേര്, ഗോകുല്, ഐ തിങ്ക് അശ്വിൻ കണ്ട ആളുടെ പേരും. അതിന് മുമ്പ് ഒരുപാട് ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിൽ ആൾക്കാരുടെ ഫോട്ടോ ഞാൻ ഇവിടെ വയ്ക്കാം. ഇവൻ ഈഗിൾ ഗെയിമിംഗ് അതിനകത്തുണ്ട്, അതിനകത്തൊരു ക്ലാനിലൊരു മെമ്പർ ആയിരുന്നു. അപ്പൊ അതിനുശേഷം ഇവനിലേക്ക് മാത്രം ചുരുങ്ങി. ഇവനെന്ന് വെച്ചാൽ പിന്നെ ഈ ഇവരുടെ പരിപാടികൾക്കും ഇവരുടെ മീറ്റപ്പിനും കാര്യങ്ങൾക്കൊന്നും വരുന്നത് ചേർക്കാനല്ല ഒന്നാമത്തെ കാര്യം. കാരണം ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ദൂരത്തിനാണ് അവർ തന്നെ പറയുന്നത്. അപ്പം ഈ പരിപാടികൾക്കൊന്നും വരാതെ നിന്ന സമയത്ത് ഇവൻ ഈ പേര് വെച്ചിട്ട് ഇവനൊരു യൂട്യൂബും ഒരു ഗെയിമിംഗ് അങ്ങ് തുടങ്ങുന്നു, അതിനകത്ത് കയറി ക്ലിക്ക് ആവുന്നു. അപ്പോൾ ഇതിന്റെ ഉണ്ടാക്കിയ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഓർഗനൈസ് ചെയ്ത 2 വ്യക്തികൾ, ഇവർ രണ്ടുപേരും അവരുടെ ജോലി ഭാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പുറം രാജ്യത്തേക്ക് പോകുന്നു. പിന്നെ അത് വലുതായിട്ട് ചത്തി കിടക്കുന്നു. അപ്പം ഇവൻ ഈ സാധനം എടുക്കുന്നു, ഇവൻ ഈ സാധനം പൊക്കിക്കൊണ്ട് പോകുന്നു. എന്നാൽ ഇവൻ പറയുന്ന ബിൽഡപ്പ് എന്താണ്? ഇത് വലിയൊരു ഓർഗനൈസേഷനാണ്, ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ട്, നമ്മൾക്ക് ഒരുപാട് അപ്രൂവൽ എടുത്തിട്ടാണ് MRCയിലേക്ക് പേരിനകത്തോട്ട് ആഡ് ചെയ്ത് ചേർക്കുന്നത്. നവന്മാർ പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ഒരു സാധനവും ഇല്ല, യവൻ തന്നെ ആ പേര് പൊക്കിയെടുത്തോണ്ട് നടന്നു. ഇപ്പം ഞങ്ങൾക്കും കൂടെ ചീത്തപ്പേരായ അവസ്ഥ. നമ്മുടെ പേരിന്റെ മുന്നിൽ MRC എന്ന് കിടക്കുന്ന കാണുമ്പോഴത്തേന് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നത് നീയൊക്കെ ഇങ്ങനെയാണോ എന്ന്. കാരണം എങ്ങനെങ്കിലും ആ ഊച്ചാളി അവിടുന്ന് പുറത്താക്കാൻ വേണം, ആ പേര് കൊടുത്ത് കാണണം. അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഞാനൊന്ന് കാണിച്ചു തരാം. വാർത്തയിലേക്ക്. തൊപ്പി ഗ്യാങ്ങിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയുടെ പരാതിയിലാണ് DGP റവാഡ ചന്ദ്രശേഖർ ഉത്തരവിട്ടിരിക്കുന്നത്. കേരള സംസ്ഥാന സൈബർ ഓപ്പറേഷൻസ് പോലീസ് സൂപ്രണ്ട് ഈ വിഷയം അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പോക്സോ കേസ്, നാർക്കോട്ടിക് MDMA ഉപയോഗം, മാനസിക ശാരീരിക പീഡനങ്ങൾ, അശ്ലീല പ്രചരണം, സൈബർ കുറ്റകൃത്യങ്ങൾ, അങ്ങനെ ഒരു പിടി ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾ കൂടിയാണ് തൊപ്പി. ഇയാൾ സമൂഹത്തിന് വലിയൊരു മെനസാണ് എന്ന തരത്തിലുള്ള ആരോപണമൊക്കെ. ഒരിക്കലും ആരോപണങ്ങൾ മാത്രമല്ല, ഇവന്മാരെ സ്ട്രീമിനകത്ത് കാണിച്ചു തന്നെ ഇവന്മാർ ഒരു പെണ്ണിനോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ലഹരിയോട് എങ്ങനെയാണ് ഇവർ അപ്രോച്ച് ചെയ്യുന്നതും, ഇവർ സ്ട്രീം വഴി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നും, ഇവരുടെ ഐഡിയോളജി എങ്ങനെയാണ് ജനങ്ങൾക്കിടയിലേക്ക് കൺവിൻസ് ആവുന്നുള്ളൊരു കാര്യം. ആരോപണങ്ങൾ മാത്രമല്ല, ഇതിപ്പോ ആരെങ്കിലും പറഞ്ഞു കേട്ടുള്ള അറിവൊന്നുമില്ല. യവന്മാർ തന്നെ പരസ്പരം വാരി എറിഞ്ഞിട്ടുള്ള തെളിവുകളാണ്. നമുക്ക് നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ ഇതടക്കം അന്വേഷിക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, എന്താണ് അന്വേഷണ പരിധിയിൽ വരിക? തൊപ്പി ഒടുവിൽ കുടുങ്ങുമോ?
രഞ്ജിത്ത്, തൊപ്പിയെ നമുക്കറിയാം നേരത്തെയും ഇത്തരത്തിൽ വിവാദത്തിൽപ്പെട്ട ഒരാളാണ്. ഈ ലൈവ് സ്ട്രീമിംഗിലൂടെ കോടികൾ സമ്പാദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ തൊപ്പി എന്ന ലൈവ് സ്ട്രീമിന്റെ കാര്യം പറയുമ്പോഴത്തേക്കിനെ ഇവർ ഈ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സൂപ്പർ ചാനൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. സൈഡിൽ ഒരു ഗൂഗിൾ പേ നമ്പർ കാണും. നമ്മൾ അതിനകത്തോട്ട് നമുക്ക് അവർ പറയുന്ന ഏതെങ്കിലും ആംഗ്യ ഭാഷകളോ ചേഷ്ടകളോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്റർടൈൻമെന്റ് രീതി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഒരു 10, 20, 100 അയച്ചു കൊടുക്കുന്നവരുണ്ട്, 2000 അയച്ചു കൊടുക്കുന്നവരുണ്ട്. അതിനകത്ത് ചിലപ്പോൾ ഒരുത്തർ 1000 അയച്ചു കൊടുക്കും, മറ്റേ ഇച്ചിരി കാശുള്ളവനാണെങ്കിൽ ഞാൻ എന്നാൽ 2000 ആയി. അപ്പോഴത്തേന് ഈ ഇരിക്കുന്ന മെയിൻ ആളുണ്ടല്ലോ, മെയിൻ ആൾ ഇരുന്നുകൊണ്ട് അവന്റെ പേരൊക്കെ വിളിച്ചു പറയുമ്പോഴും ചിലപ്പം ചിലർക്ക് ഇങ്ങനെ ഈ ലൈവിൽ നമ്മുടെ സ്വന്തം പേര് 1000 രൂപ കൊടുത്തു എന്ന് കേൾക്കുമ്പോൾ മറ്റേ ഏതോ ഒരു പിള്ളവക വലിയ വെടിനാല് ചെടി വെടിനാല് ഇങ്ങനെ വിളിച്ചു പറയല്ലോ. ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കിന് ഒരു മനസ്സിന് സന്തോഷം കൊണ്ടില്ല. വെടി പൊട്ടുന്ന സൗണ്ട്, ഓഹോ എന്റെ പേരിൽ 10 വെടി, അങ്ങനെ സന്തോഷപ്പെടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവന്മാർ ചിലപ്പോൾ 1000 കൊടുക്കുമ്പോഴത്തേന് വേറത്തിന് 2000 കൊടുക്കും, അങ്ങനെ മറ്റേ 3000, ഇന്ന് എന്റെ പേര് പറയണം 4000 കൊടുക്കും, അങ്ങനെ 10, 15,000, 20,000 ഒക്കെ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പൈസ ഉള്ളവർ കൊടുക്കട്ടെ. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്നൊരു എമൗണ്ട് ഉണ്ടല്ലോ, ഡയറക്റ്റ് ഇവർ അക്കൗണ്ടിലേക്ക് വരുന്നൊരു എമൗണ്ട്, ഈ എമൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ തൊപ്പിയെ സംബന്ധിച്ച് എന്തോ ഹവാല ഇടപാടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൊരു കരക്കമ്പി വരുന്നുണ്ട് കേട്ടോ. ആ കമ്പി മിക്കവാറും ഉടനെ റിയലായിട്ട് വരും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ പോലീസ് തൊപ്പിയെ പൊക്കുമെന്നുള്ള കാര്യം. അത് രാത്രിയോടുകൂടി നിങ്ങൾ കേട്ട സത്യമല്ലേ. അപ്പം വരും കണ്ടറിയാം എന്തോന്നുള്ളത്. യൂട്യൂബർ ഇപ്പോൾ തൊപ്പിക്കെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ശ്രീജിത്ത് പെരുമനിയാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ DGP അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എവിടെയാണ് ഇതുവരെയ്ക്കും കേസ് രജിസ്റ്റർ ചെയ്ത് ഈ ശ്രീജിത്ത് പെരുമന ചിലപ്പോൾ എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും. അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളും, അദ്ദേഹം അപ്രോച്ച് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ എടുത്തു വെച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈവൻ എനിക്കൊന്ന് അവസാനം നമ്മൾ ഈ പുള്ളി കൊണ്ടുവന്നിട്ടുള്ള കേസ് അല്ലെങ്കിൽ പരാതി കൊടുത്തിട്ടുള്ള ഒരു കാര്യം മറ്റേ പാണ്ടിക്കാട് കുഞ്ഞാൻ ലക്കിടിപ്പ് അറിയാമല്ലോ, ഭയങ്കര ലക്കിടിപ്പായിരുന്നല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു നമ്മൾ ഇദ്ദേഹത്തിന്റെ കേസും ഇദ്ദേഹം കൊടുത്തിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ നമ്മൾ അവസാനമായിട്ട് ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ചെയ്തിട്ടില്ല. സൈബർ പോലീസിന്റെ പരിധിയിലാണോ ഈ കേസ് വരുന്നത് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. എന്നാൽ നിലവിൽ എവിടെയും തൊപ്പിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല പോലീസ്. ഇതിൽ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ ഒരു പോര് തന്നെ നടക്കുകയാണ്. പ്രത്യേകിച്ച് തൊപ്പിയും അതോടൊപ്പം തന്നെ തൊപ്പിക്ക് ഒപ്പം ഉണ്ടായിരുന്ന അവർ ഒരു 3-4 ഫ്രണ്ട്സ് കൂടിയാണ് ഈ സ്ട്രീമിംഗ് നടത്തുന്നത്. അതിൽ മമ്മു എന്ന് പറയുന്ന തൊപ്പിയുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, 2-3 പേരുണ്ട്. അപ്പൊ ഇവരാണ് പെട്ടെന്ന് തൊപ്പി അടിച്ചു പിരിയുകയും പിന്നീട് അവർ സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലിലൂടെ വന്നിട്ട് തൊപ്പിക്കെതിരെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതിൽ പറയുന്നത് പ്രകാരം തൊപ്പി വീട്ടിൽ ലഹരി ഉപയോഗിക്കും, തങ്ങളുടെ വീട്ടിലൊക്കെ തൊപ്പി ലഹരി കടത്താറുണ്ട്, ഒപ്പം തങ്ങളെയൊക്കെ വലിയ രീതിയിൽ ഉപദ്രവിക്കും, തൊപ്പി പണം നൽകില്ല, തൊപ്പിയുടെ അടിവസ്ത്രം പോലും ഞങ്ങളെ കൊണ്ട് കഴിപ്പിക്കും, മുഖത്തൊക്കെ തൊപ്പി. ഇതെല്ലാം അമ്മമാര് പറഞ്ഞൊരു കാര്യം. ഇനി ഇതിന്റെ അന്വേഷണം എന്തുവെന്ന് വ്യക്തമായിട്ട് വരട്ടെ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്ലാനിലുണ്ടായിരുന്ന ആദ്യത്തെ മെമ്പറായിട്ടുള്ള ഈഗിൾ ഗെയിമിംഗ് അവൻ എന്തോ പറയുന്നത് കേൾക്കാം. MRC ഗ്യാങ്ങിന്റെ അത് ഇഷ്യൂ കാണുന്നുണ്ട്. അപ്പോൾ അതില് നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. വർഷങ്ങളായിട്ട് എനിക്ക് വളരെ പേഴ്സണലി വേണ്ടപ്പെട്ട 2 പേരാണ് അതിന്റെ ഓണേഴ്സ്. അതിലൊരാളെന്ന് പറഞ്ഞാൽ അശ്വിൻ ചേട്ടനും അതിൽ വേറൊരാളെന്ന് പറഞ്ഞാൽ ഗോകുവാണ്. അവർക്ക് 2 പേർക്കും കറന്റ് ഇപ്പൊ ഇത് വന്ന് വിളിച്ചു പറഞ്ഞ് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്റെ കൂടെ വന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. സോ ഈ MRC എന്ന് പറയണ 3 ഇത് ചിലപ്പോൾ കേൾക്കാൻ ഈ സ്റ്റോറി ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വെളിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അവരുടെ അടുത്തും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഈ MRC എന്ന് പറയുന്നത് മാർസലസ് എന്ന് പേരുള്ള ഒരു ഗെയിമിംഗ് ഓർഗനൈസേഷൻ ആയിരുന്നു. അത് മനസ്സിലായ ഒരു ഗെയിമിംഗ് ഓർഗനൈസേഷൻ ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഫോം ചെയ്തതാണ്. ഏകദേശം 8 വർഷം മുമ്പ് ഫോം ചെയ്ത ഒരു ഓർഗാണ് MRC. MRCയിൽ 8 വർഷം മുമ്പ് ജോയിൻ ചെയ്ത ഒരു പ്ലെയറാണ് ഞാൻ അവർക്ക് വേണ്ടി ഞങ്ങൾ കേരളത്തിൽ വേറെ ഒരു ലൈനപ്പുകളും ക്വാളിഫൈ ആവാത്ത സമയത്ത് കേരളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ത്യ ടൂർണമെന്റ്സ് ക്വാളിഫൈ ആയ ഒരു ലൈനപ്പ് ആയിരുന്നു ഞാൻ, ഗോഗ്, റസിന്, വെനം, പിന്നെ ഈ പറയണത് പോലെ നമ്മുടെ കുറെ പേരുണ്ട് അതിനകത്ത്, ആക്സ്ട്രോളിക്ക്, നോയ്സി ബോയ്, ഒരുപാട് രക്ഷപ്പെട്ടിട്ടുള്ള പിള്ളേരെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ കൊണ്ടുവന്നിരുന്ന ഒരു പേരായിരുന്നു. ഇപ്പൊ അവസാനം എവിടെ എത്തി നിൽക്കുന്നു? പരസ്പരം ആണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാണവടി, പിടി, വലി, യുവമാർ കാണിക്കുന്ന കുത്തിക്കിഴപ്പൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിന്റെ പേര് MRC തൊപ്പി, MRC ഷമീർ, MRC മമ്മു, MRC മറ്റേ പാചകം ചെയ്യുന്ന ചെറുക്ക് ഇന്നലെ കിടന്ന് മൂങ്ങിയവനുണ്ടല്ലോ അവൻ. ഇങ്ങനെ കുറെ നല്ല ഇഡിലൻ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് കമ്മ്യൂണിറ്റിയിലെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് നല്ല പ്ലേയേഴ്സും അതുപോലെ അന്നത്തെ കമ്മ്യൂണിറ്റിയിലെ ടോപ്പ് സ്ട്രീമറായ ഗോകു ഉണ്ടായിരുന്ന പ്ലാനാണ് മാർസലസ് എന്ന് പറയുന്ന MRC. സോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ബ്രീഫായിട്ടൊരു ചെറിയ കഥ പറയാം. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് ഞാൻ വിഷയം വരാൻ പറഞ്ഞിട്ടുണ്ട്, അവർ വന്ന് സംസാരിക്കും. സോ ഇതായിരുന്നു MRC എന്ന് പറയുന്ന പ്ലാൻ.
ഈ MRCയിലേക്ക് തൊപ്പി എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ, അതായത് ആ സമയത്ത് അവൻ കുറച്ച് ഫാസ്റ്റ് ഫേസ് ചൈനീസ് ഗെയിം പ്ലേ പോലത്തെ അങ്ങനത്തെ സാധനങ്ങളും സ്നൈപ്പർ ഷോട്ടും ഒക്കെ ആയിട്ട് വന്ന ഒരു പ്ലെയറാണ് തൊപ്പി. നമ്മുടെ മീറ്റപ്പുകൾക്കാണെങ്കിൽ പോലും തൊപ്പി അങ്ങനെ ജോയിൻ ചെയ്യാറില്ല. അവൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ടൈപ്പ് അങ്ങനത്തെ ഒരു ആളെ സ്വഭാവം അല്ലായിരുന്നു. അവൻ ആ സമയത്ത് നമ്മുടെ അത് ജോയിൻ ചെയ്തു. ഇത് വർഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. എനിക്ക് ഒരു ടൈം ആയപ്പം MRC ഇറങ്ങേണ്ട വന്നു. അതിനുശേഷം ഞാൻ എൻ്റെതായിട്ടുള്ള ക്ലാൻ തുടങ്ങി. ഞാൻ പിന്നെ ബ്ലൈൻഡിൽ കയറി. അങ്ങനെയായിരുന്നു എൻ്റെ ജേണി. ഈ സെയിം സൈഡിൽ MRCയുടെ ജേണി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ബ്ലൈൻഡിന്റെ ബൂട്ട് ക്യാമ്പ് ഒക്കെ ഫോം ചെയ്ത സമയത്ത് ഇതുപോലെ അവർക്കും ബൂട്ട് ക്യാമ്പ് ഉണ്ടായിരുന്നു. കൊച്ചിയിൽ ബൂട്ട് ക്യാമ്പും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുമായിരുന്നു അവര്. സോ വൺസ് ഗോകുവിനും ഒക്കെ പുറത്തോട്ട് പോകണം എന്നുള്ളൊരു ഇതായപ്പോഴത്തേക്കിനും, അതുപോലെ അശ്വിൻ ചേട്ടന് ബിസിനസ് പരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ആ ബൂട്ട് ക്യാമ്പ്, അതായത് നിങ്ങൾ ഈ പറയുന്ന MRCയുടെ ഈ തൊപ്പി അടങ്ങുന്ന ഗ്യാങ്ങിന്റെ വീടിനെ പറ്റിയല്ല പറയുന്നത്. അതിന് മുമ്പ് ഒരു വീടുണ്ടായിരുന്നു. ആ വീടിന്റെ ഫുൾ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത് അശ്വിൻ ചേട്ടനാണ്. അശ്വിൻ ചേട്ടൻ വൺസ് അതിനകത്ത് കഴിഞ്ഞിട്ട് ബിസിനസ് പരമായിട്ട് പുള്ളിക്ക് ദുബായിൽ കുറച്ച് ഡൗണും കാര്യങ്ങളൊക്കെ വന്നപ്പം പുള്ളിക്ക് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് MRCയിലെ പ്ലേയേഴ്സിന്റെ അടുത്ത് എല്ലാവരും പറഞ്ഞപ്പം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഗോകുവിന് പുറത്തോട്ട്, അങ്ങനെയാണ് നമ്മുടെ അവതാരം, വീട്ടിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാത്ത നമ്മുടെ അവതാരമായിട്ടുള്ള നിഹാദ് തൊപ്പിയായി, MRC തൊപ്പിയായി, ഇവരുടെ എല്ലാം വലിയേട്ടനായി, വലിയ തന്തയായി, പിള്ളേരുടെ എല്ലാം അച്ഛനായി അവതരിപ്പിക്കുന്നു. ഒരു കൂട്ടം കുള്ളികളെ കൊണ്ടുവന്ന ശേഷം അവസാനം തന്തയില്ലായ്മ എന്തോ എന്ന് പറയിപ്പിക്കേണ്ടി വന്നു. തന്തയില്ലായ്മ എങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. ഒരു വളർച്ച ഒരുത്തന്റെ സാമ്പത്തികമായിട്ടും എല്ലാ കാര്യങ്ങളും വളർന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല, വളർന്നു, നല്ല രീതിക്ക് വളർന്നു. ഒരു സ്ട്രീമർക്ക്, ഒരു യൂട്യൂബർക്ക് എത്തിപ്പെടാനാകുന്നതിനെക്കാട്ടിലും കൂടുതൽ വളർന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ചിലപ്പം ഇവനെ അസൂയോടുകൂടി നോക്കിക്കാണും, നീ ഇത്രയും വളർന്നോ, ഇത്രയും എത്തിയോ എന്നുള്ളൊരു കാര്യം. പക്ഷെ എത്ര എത്തിയോ എത്ര ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്ന് പറഞ്ഞാൽ 2 നിക്കർ കൂരി കാണിക്കുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താടാ മോനെ കാര്യം? പോണം എന്നുള്ളൊരു ഇതൂടെ വന്നപ്പോഴത്തേക്കിന് ഗോകുവും നേരെ വെളിയിലോട്ട് പോയി. സോ അങ്ങനെ ആ MRCയുടെ ബൂട്ട് ക്യാമ്പ് അവിടെ ഷട്ട് ഡൗൺ ചെയ്യുമായിരുന്നു. അങ്ങനെ അവിടെ ഷട്ട് ഡൗൺ ചെയ്ത് നിർത്തി കംപ്ലീറ്റ്ലി MRCയുടെ ഓപ്പറേഷൻസ് ഫുൾ കട്ട് ചെയ്തു. പിന്നെ അതിനകത്ത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇല്ല, പ്ലേയേഴ്സ് ഇല്ല. ഞാൻ പറയാം, മര്യാദ ഓപ്പറേറ്റ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഇന്നും കേരളത്തിലെ ടോപ്പ് ഓർഗനൈസേഷൻ എന്നുള്ള തന്നെ രീതിയിൽ അവരുണ്ടാക്കി വെച്ച അന്നത്തെ ലെഗസി തന്നെ ഇന്നത്തെ കേരളത്തിലെ ടോപ്പ് ഒരു ഓർഗനൈസേഷൻ ആയിട്ട് തന്നെ അത് ഇന്നും അറിയപ്പെടും. അന്നത്തെ ലെഗസി, ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, മനസ്സിലായ? അങ്ങനെ നിന്ന ഒരു ടൈമായിരുന്നു MRC എന്ന് പറയുന്ന സാധനം. അപ്പം ഇത് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയ സമയത്താണ് തൊപ്പിയുടേതായിട്ടുള്ള ഒരു സ്ട്രീമിംഗ് ശൈലി, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അവൻ തന്നെ സമ്മതിച്ച ഈ പറയുന്ന ഐഷോ സ്പീഡിന്റെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. ഈ ക്യാരക്ടർ വെച്ചിട്ട് അവൻ ഇത് നല്ലൊരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുന്നു, ഹ്യൂജ് കൗണ്ട് ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുന്നു, കോൺട്രവേഴ്സീസ് വരുന്നു, എല്ലാം വരുന്നു. സോ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ജസ്റ്റ് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഇതിന്റെ ഓണർഷിപ്പ് ക്ലെയിം ചെയ്ത് വരാനാണെങ്കിൽ തൊപ്പിയുടെ അടുത്ത് ഇത് ഓണർഷിപ്പ് വേണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓർഗിന്റെ പേരാണടാ MRC എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വരണമെന്നുണ്ടായിരുന്നെങ്കിൽ തൊപ്പി ഇത് പ്രൈം ടൈമിൽ ഉണ്ടാക്കി വെച്ചിരുന്ന സമയത്ത് അവർക്ക് വന്ന് ക്ലെയിം ചെയ്യാമായിരുന്നു. ഇന്നേ വരെ ഒരു പബ്ലിക് അപ്പിയറൻസിലോ ഗോകുവോ അശ്വിൻ ചേട്ടനോ ഒരാൾ പോലും ആ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ വന്നിട്ടില്ല. നിങ്ങൾ കാണുന്നവർക്കറിയാം, അല്ലാത്തവരുടെ ഞാൻ പറയുന്നില്ല, ഇന്നേ വരെ അവര് വന്നിട്ടില്ല അതിന് വേണ്ടിയിട്ട്. എനിക്കതിന്റെ ക്രെഡിറ്റ് വേണം, അല്ലെങ്കിൽ തൊപ്പി ഓരോ ഡിസിഷൻസ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇന്നത് ചെയ്യുമ്പോഴും അത് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പോലും വന്നിട്ടില്ല, മനസ്സിലായ? കാരണം ഇന്ന് അവർ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് നടക്കാത്തത് കൊണ്ടാണ്. ഇത്രയും മോശം സമയത്ത് അവർ അതിന്റെ ഓണർഷിപ്പ് ടേക്ക് ഓവർ ചെയ്യാൻ വരിക എന്ന് പറഞ്ഞാൽ എത്ര നാണക്കേടോട് കൂടിയാണ് അത് ചെയ്യേണ്ട അവസ്ഥ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. സോ അവർക്കും അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സമാധാനത്തോടെ നിങ്ങൾ കേൾക്കുക. തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ പറയുന്നല്ലോ ബ്രോ, ഇതില് ഓക്കെ. ഇനിയിപ്പോ ഇതിനകത്ത് ഇവരുടെ ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്തിട്ടുള്ള 2 പേരുണ്ടല്ലോ, അവരുടെ പുറത്തോട്ടുള്ള ആവശ്യങ്ങൾക്കും ബിസിനസ് പരമായിട്ടും ഈ ഒരു സാധനം വൈൻഡ് അപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ. അവൾ ഇത്രയും നാണക്കേട് കൂടി തന്നെ ഇപ്പം ഇവർ കൊടുത്തിട്ട് പോയത് 100 കോടി ക്ലബ്ബിൽ കയറാൻ പറ്റിയ ഒരു സിനിമയുടെ പേരായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇവർ രണ്ടാമത് ഇത് ടേക്ക് ഓവർ ചെയ്യുമ്പോഴത്തേക്കിന് ഏപ്പടം മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തിയേറ്ററിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പേരാ ആ ഒരു രീതിയിൽ കൊണ്ട് എത്തിച്ചു. അതായത് അങ്ങ് വളർച്ച ഉണ്ടായി. ആർക്കുണ്ടായി? തൊപ്പിക്കുണ്ടായി. എന്നാൽ ആ പേര് നേരെ താഴോട്ടും പോയി. ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, നേരത്തെ ഫോട്ടോ കാണിച്ചല്ലോ. അപ്പം അവരിനി തിരിച്ചെടുക്കുന്നുണ്ട്. അപ്പം അവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. ഇപ്പൊ നമ്മളൊന്നും വിചാരിക്കാത്തൊരു രീതിയിലാണ് ഇവര് തമ്മിലുള്ള കാര്യങ്ങൾ പുറത്തോട്ട് പോയത്. അതുകൊണ്ടിപ്പോ നമ്മള് എല്ലാവരുടെ അടുത്തും കൂടിയിട്ടാണ് അന്ന് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇനി ഈ ഓർഗിന്റെ പേരിൽ ഒന്നും വേണ്ട. ഞാനിപ്പോ തൊപ്പിനെ വിളിച്ചിട്ടാണെങ്കിൽ എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങള് ഇതിലൊന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അപ്പൊ തൊപ്പിന്റെ അടുത്ത് സംസാരിച്ചപ്പോഴും പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പേര് മാറ്റാൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോന്ന് പറഞ്ഞു എന്റെ അടുത്തും. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെ ഈ പ്രശ്നത്തിലൊന്നും താല്പര്യം, ഞങ്ങൾ ഇതുവരെ അതിൽ വന്നിട്ടില്ല, ഞങ്ങൾ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല നിങ്ങളുടെ അടുത്ത് വന്നിട്ട്.
അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞത് അവൻ വേണമെങ്കിൽ ചിലപ്പോ പേര് മാറ്റും, അങ്ങനെ ചിലപ്പോ അങ്ങനെ ചെയ്യാം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. വേറെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാം. വേറെ ഒന്നും പറയണ്ട ബ്രോ, പേര് മാറ്റാൻ പറയണ്ട. തൊപ്പിയുടെ അടുത്ത് പേര് മാറ്റം പറയും. വലിയേട്ടനും കമ്പിക്കുട്ടികളും അങ്ങനെ ആക്കണം പുതിയ പേര്, അതാ നല്ലത്. ഇതിപ്പം ഈഗിളിപ്പം ഈഗിൾ പറഞ്ഞത് ഞാൻ ഇനിയിട്ട് വീണ്ടും ഇട്ട് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനും ഇപ്പോൾ ദലത്തി എന്ന് പറയുമ്പോൾ അശ്വനാണ് നമ്മൾ MRC ഓണറായിട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആദ്യം തുടങ്ങിയെന്ന് പറഞ്ഞാൽ 7 ഫ്രണ്ട്സ്, നമ്മളെല്ലാം കൂടെ 7 ഫ്രണ്ട്സ് ചേർന്നാണ് ഈ ഒരു ക്ലാനായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ക്ലാൻ എന്ന രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ ആയതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ബൂട്ട് ക്യാമ്പും കാര്യങ്ങളും നമുക്ക് BGMIയിൽ നല്ലൊരു ടീമിനെ നമ്മൾ ഇട്ടു, അതേപോലെ വാലറന്റ് നല്ലൊരു ടീം ഇട്ടു. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു ഓർഗായിട്ട് മാറണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം അങ്ങനെ മാറിയപ്പോൾ എന്തായാലും ഓണറിന്റെ പേര് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ രണ്ടുപേരും പേരും കൊടുത്തിട്ട്, കാരണം എല്ലാവരും 9 പേരെയും കൂടി ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരും നമ്മുടെ MRCയുടെ ഓണർ രീതിയാണ്. പക്ഷെ പേരിൽ ഞാനും അണ്ണനാണ് ഓണറായിട്ട് നിൽക്കുന്നത്. അപ്പൊ അവരെ പേരൊന്നും ഞാൻ ഇപ്പൊ എടുത്ത് പറയുന്നില്ല, കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോ ഈ പേരെന്ന് പറഞ്ഞ ഇപ്പൊ ഒരു എന്താ പറയാ, ആർക്കും പറയാൻ പറ്റാത്തൊരു രീതിയിലോട്ടായിപ്പോയി. ഇപ്പം നമ്മള് അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നതല്ല, എന്നാലും ആ ഒരു രീതിയിലോട്ടായിപ്പോയി. അതുകൊണ്ട് ഞാൻ അവരെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. പക്ഷെ അവരെല്ലാരും ഉള്ളതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലെയർ എന്ന രീതിയിലാണ് നമ്മൾ തൊപ്പിനെ ഇപ്പം നിങ്ങൾ കേട്ടെ ഈഗിളിനെ നമ്മൾ റിക്രൂട്ട് ചെയ്തതാണ് നമ്മളെ ടീമിലോട്ട്. അതേപോലെ റിക്രൂട്ട് ചെയ്ത ഒരാളും കൂടെയാണ് നമ്മൾ തൊപ്പി ആണെങ്കിൽ. അപ്പോ അങ്ങനെ റിക്രൂട്ട് ചെയ്ത് വന്നു. അവൻ യൂട്യൂബ് വീഡിയോ ഒക്കെ ഇടാറുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഞാൻ ഈഗിൾ പറഞ്ഞ അവസാനം മറ്റേ സ്കൂള് കത്തിച്ചിട്ട് കടന്നു കളഞ്ഞ സ്റ്റുഡന്റിന്റെ അവസ്ഥയായില്ല തൊപ്പിയുടെ കാര്യം. ഇപ്പൊ അവർക്ക് ആ പേര് തന്നെ എടുത്തത് അയ്യേ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ച്. നല്ലതാ. എനിക്ക് UK വരേണ്ടി വന്നു. അപ്പൊ ഞാൻ ഇതിന് എല്ലാം മാറിയിരുന്നു. സ്ട്രീമിങ്ങിനായാലും ഗെയിമിങ്ങിനായാലും എല്ലാത്തിനും ഞാൻ മാറിയിരുന്നു. അണ്ണൻ സത്യം പറഞ്ഞാൽ നമുക്ക് വരുന്ന പറഞ്ഞാൽ എനിക്ക് ആദ്യം ഒരു PC എടുത്തോണ്ട് PC ഒക്കെ സ്പോൺസർ ചെയ്തു. അങ്ങനെയൊക്കെയാണ് അണ്ണനായിട്ട് ഞാൻ ഇതാവുന്നത്. അപ്പോൾ ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് MRCയിൽ ആ സമയത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ നല്ലപോലെ കൊണ്ടുപോകണമെങ്കിൽ നല്ലപോലെ പൈസ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അണ്ണനാണ് നമുക്ക് എല്ലാം ചെയ്തു തന്നോണ്ടിരുന്നത്, അശ്വിനാണ്. അപ്പോ അണ്ണനും ഒരു സമയത്തായപ്പോ ബിസിനസ്സിലൊക്കെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നു. അപ്പൊ അണ്ണനും ഒന്ന് മാറിയിക്കേണ്ടി വന്നു. ആ ടൈമാണ് ഇതൊക്കെ തൊപ്പി വൈറലാവുന്നതും ആ ടൈമൊക്കെ. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ അതിലൊന്നും ഇടപെടാൻ നിന്നില്ല, കാരണം അന്ന് നമുക്ക് അവനൊരു ഫ്രണ്ടായിട്ടാണ് വന്നത്. അപ്പൊ അവൻ നല്ലപോലെ പോകുന്നു. അതിൽ കയറി ഇടപെടാനോ നീ നമ്മളെ പേര് വെച്ച് ചെയ്യേണ്ടെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. വളരെയാണെങ്കിൽ വളരട്ടെ എന്നുള്ള രീതിയിൽ തന്നെ. കാരണം നമ്മൾ ഇന്നേവരെ ആരെയും നമ്മള് എന്താണ് ഒരാൾ വളരുന്ന കണ്ടിട്ട് നമ്മൾ ഇതുവരെ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. കാരണം നിങ്ങൾ ഇപ്പൊ ആലോചിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഉള്ള മെയിൻ സ്ട്രീമേഴ്സ് എല്ലാവരും MRC ആണ് എല്ലാവരും തുടങ്ങിയിട്ടുള്ളത്, മിക്കുള്ളവരും. അപ്പോ എല്ലാരും വളരുന്ന തന്നെയാണ് നമുക്ക് സന്തോഷം. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിലൊന്നും സംസാരിക്കാനോ ഒന്നും നിന്നിട്ടില്ല. നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളായിരുന്നു ഒരാൾ വളരുന്ന കണ്ടിട്ട്. സോ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ അകത്ത് ഇടപെടാൻ നിന്നില്ല. പിന്നെ ഇപ്പോ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളായിട്ടല്ല തൊപ്പിയുടെ ഗ്യാങ്, MRC ഗ്യാങ് നിങ്ങൾക്കറിയാം. അപ്പം ആ ഗ്യാങ്ങിലുള്ള ആരെയും നമ്മളായിട്ടല്ല എടുത്തിട്ടുള്ളത്. അതെല്ലാം തൊപ്പിയുടെ ഇഷ്ടത്തിന് തൊപ്പി തന്നെയാണ് അവരെല്ലാരും റിക്രൂട്ട് ചെയ്തതും എല്ലാം. അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടുള്ള. തീർച്ചയായിട്ടും അത് ഇവന്മാരെ ലൈവ് കണ്ടതും അല്ലെ ആ സമയത്ത് ഇവന്മാരെ വീഡിയോ കണ്ടവർക്കെല്ലാം നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നത്. ഇവൻ തന്നെ പല ആൾക്കാരെയും ഓരോ പോസ്റ്റ് കൊടുത്ത് റിക്രൂട്ട് ചെയ്യുന്നു. കുക്കർ പക്കർ കൂടെ നിൽക്കാൻ നിക്കർ ജട്ടി എഴുതാൻ വേറെ എടുത്ത് ഇതെല്ലാം ഇവൻ തന്നെ എടുക്കുകയും പിന്നെ ഇവർക്കെല്ലാം ഈ പേരിന്റെ അറ്റത്ത് കിടക്കുന്ന MRC ഇട്ടുകൊടുക്കും. അങ്ങനെ ഒരു ടാഗ് അങ്ങോട്ട് കിട്ടുമ്പോഴത്തേന് പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ കായംകുളം കട്ടച്ചിറ എന്ന് പറഞ്ഞ ഒരു സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ മറ്റേ ഗ്രേഡ് കൊടുക്കും, മറ്റേ ബാഡ്ജ് നല്ലോണം പഠിക്കുന്നവർക്ക് മറ്റേ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് അങ്ങനെ ഒരു ബാഡ്ജ് കൊടുക്കും. എല്ലാ ക്ലാസ്സിലും കാണും ഇങ്ങനെ. അപ്പൊ അതുപോലൊരു ടാഗ് ആയിരുന്നു. അപ്പം അതിനകത്ത് ഈ ഫസ്റ്റ് ക്ലാസ്സിന് മുമ്പ് എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, ഇച്ചിരി കൂടെ ഓറഞ്ച് കളറുള്ള ഒരു സാധനം. അപ്പൊ അതങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു വാവ് കിട്ടി. അപ്പൊ എനിക്ക് തോന്നുന്നു അന്നത്തെ ആ ഒരു ഇപ്പം നാഷണൽ അവാർഡൊക്കെ കിട്ടുന്ന പോലെ ഒരു സംഭവമായിരുന്നു. അപ്പൊ അതുപോലൊരു ടാഗ് ആയിരുന്നു MRC കിട്ടി. യെസ്, ഞാൻ MRC കയറി. എന്തിനാ തൊപ്പിയുടെ അണ്ടി എഴുവാനും ചട്ടി എഴുവാനും. നമ്മൾ അതിൻ്റെ അകത്തൊന്നും പറയാനും പോയില്ല, കാരണം അവന് സ്ട്രീം നല്ലതുപോലെ കൊണ്ടുപോകാൻ ഒരു ടീമിനെ വേണം. അതുകൊണ്ട് അവൻ എടുത്തു, അവന്റെ നല്ലതിനെടുത്തു. അതുകൊണ്ട് നമ്മളൊന്നും പറയാൻ നിന്നില്ല. സോ അവരായിട്ടൊന്നും നമ്മൾ ഒരു ഇതുമില്ല, കണക്ഷനില്ല. പിന്നെ MRCയുടെ RP അതായാലും അവർ തന്നെയാണ് അത് ചെയ്തത്. അതിലും നമ്മളൊന്നും പറയാൻ നിന്നില്ല, കാരണം അവർക്ക് നല്ലത് വരട്ടെന്ന് വിചാരിച്ച് തന്നെ നമ്മളൊന്നും ചെയ്യാതിരുന്നത്. പിന്നെ RPയിലായാലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നിട്ടും നമ്മൾ അതിൻ്റെ അകത്തൊന്നും ഇടപെടാതിരുന്നത്. അത് RP ആണ്, അത് ഗെയിമാണ്. അതിൽ അവര് എന്തൊക്കെ കാണിക്കുന്നു അത് അതേപോലെ പോട്ടെ എന്ന് പറഞ്ഞാൽ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പം നടക്കുന്ന കാര്യത്തിൽ നമ്മള്
ഒന്നും പറയാതിരുന്ന അത് ശരിയാവത്തില്ല. കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇത്ര നാൾ ഉണ്ടാക്കി വെച്ച ഒരു MRC എന്ന് പറഞ്ഞ ഒരു മാർഷലസ് എന്ന് പറഞ്ഞ ഓർഗ് അല്ലെങ്കിൽ ക്ലാൻ എന്താ വട്ടെ, അതിന്റെ പേര് ഇങ്ങനെ അത് പറയാൻ തന്നെ ഒരു എന്താണ് അത് ചീത്തപ്പേരായി എന്നുള്ള രീതിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം ന്യൂസിലാണെങ്കിലും MRC എന്നൊക്കെയാണ് എടുത്തോണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്റെ പേരിന്റെ മുന്നിൽ കിടക്കുന്നത് MRC ആണ്, മനസ്സിലായില്ല. അപ്പം എനിക്ക് തന്നെ കുറച്ച് ഇതുണ്ട് ഇത് കേട്ടോണ്ടിരിക്കുമ്പോ. അപ്പം ഇപ്പോഴെങ്കിലും നമ്മൾ വന്നിട്ട് ഇതിന്റെ അകത്ത് ഇടപെട്ടില്ലെങ്കിൽ അത് ശരിയാവത്തില്ല, നമ്മളെ കൈവിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മളിപ്പം ഈഗിളാണെങ്കിൽ ഈഗിളിന്റെ വന്ന് സംസാരിക്കാൻ ഒരു ഇത് തന്നെ ഈഗിളെ താങ്ക്യൂ. അപ്പോ അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ വന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനിയുള്ള നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്, MRCയുടെ സ്റ്റേറ്റ്മെന്റ്. ഇനി അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് നമ്മള് ബാക്കി ഒന്നും ഇതുവരെ ഒന്നും കൊണ്ടുവരാൻ നിൽക്കുന്നില്ല. അത് കൊണ്ടുവരുന്ന വരെ നമ്മൾ MRC ഓണറും നമ്മുടെ ഫൗണ്ടേഴ്സും മാത്രമായിരിക്കും MRCയിലുള്ളത്. ബാക്കി എല്ലായിടത്തും നമ്മൾ പോയി പറഞ്ഞിട്ടുണ്ട്, നമ്മളെ MRC ടാഗ് ഇനി യൂസ് ചെയ്യലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇനി അവരെന്നെ മാറ്റുന്നതായിരിക്കും അവർക്ക് നല്ലത്. നമുക്ക് ഇതിന്റെ പിറകില് ലീഗലായിട്ടോ അങ്ങനെ ഒന്നും പോകാനൊന്നും താല്പര്യമൊന്നുമില്ല. അപ്പൊ അതിനെ ഇടപെടുത്താതിരിക്കുക, അത് മാത്രമേ എനിക്ക് ഒരു റിക്വസ്റ്റായിട്ട് പറയാവുള്ളൂ. കാരണം നമുക്കിനി ഇത് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഇത്ര നാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചൊരു കാര്യം ഇങ്ങനെ ഇതേപോലെ പോകാൻ വേണ്ടിട്ട്. അതുകൊണ്ട് ഇനി പറയുവാണ്, ഇനി അവർ ചെയ്യുന്നതിൽ നമ്മൾ MRC ആയിട്ട് ഒരു ബന്ധവുമില്ല. ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും നമ്മളായിട്ടൊരു ഇതുമില്ല. ഇനി നമ്മളിപ്പോ MRCയിൽ നമ്മൾ ഓണർ ഞാനും ആശുരാണനും പിന്നെ നമ്മുടെ ഫൗണ്ടേഴ്സായ ഇപ്പോ 6 പേരുണ്ട്. ബാക്കി അവരും കൂടെയാണ് ഇപ്പൊ ഉള്ളത്. സോ ഇനി ഗ്യാങ്ങിലെ ഇപ്പൊ MRC ഗ്യാങ് ആയാലും വേറെന്താണെങ്കിലും അവരൊക്കെ പേര് മാറ്റാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇവന്മാരുടെ പരിപാടി കൊണ്ട് ബുദ്ധിമുട്ടുന്ന വേറൊരാളുടെ കാര്യമാണ് നമ്മൾ ഈ കേട്ടത്. എന്തായാലും കൊള്ളാം, നല്ലതാ. പേരൊക്കെ മാറ്റി നല്ലൊരു പേര്, നല്ലൊരു ഓർഗനൈസേഷനായിട്ട് ഒരുപാട് നല്ല മെമ്പേഴ്സ്, ജീവിതം രക്ഷപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരോട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ പോലെ പഴപ്പണക്കേട് കാണിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ആ പേരൊന്നും വേണ്ട. അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ രീതി പഠിച്ചു. നമ്മുടെ മെയിൻ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി ഈ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ, പൈസയുടെ പുറത്ത് കാണിച്ചിട്ടുള്ള അഹമ്മദികൾ ഉൾപ്പെടെ, ഈ പറഞ്ഞ സൂപ്പർ ചാറ്റിനകത്ത് വന്നിട്ടുള്ള എമൗണ്ട് ഉൾപ്പെടെ പല കാര്യങ്ങളും അവന്മാരെടുത്ത് പുറത്ത് വിട്ടിട്ടുണ്ട് അല്ലേ? ആ പുറത്തുവിട്ട കാര്യങ്ങളിനകത്ത് നിയമ നടപടികൾ എടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന് വ്യക്തമായ നിയമ നടപടികൾ എടുക്കുക. ഇപ്പോൾ ഈവൻ എനിക്ക് പേഴ്സണലായിട്ട് വരുന്ന മെസ്സേജസ് ആണെങ്കിലും ശരി, കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാലും ശരി, ഇത് ഒരുപാട് രീതിയിൽ കുട്ടികൾക്കിടയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ ഇടുമ്പോൾ തന്നെ നീ ചേട്ടന് തൊപ്പിയോട് വല്ല ദേഷ്യമുണ്ടോ, ചേട്ടൻ തൊപ്പിയെക്കാട്ടിലും സൂപ്പർ ആവും കേട്ടോ, ഒരു ആനയ്ക്ക് കമന്റ് നിന്റെ തന്ത എടുത്ത് പറയടാ എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയത്തുള്ളൂ കേട്ടല്ലോ. കാരണം എന്താ, ഇവന്മാർക്കിടയിലേക്ക് വീണ്ടും ഇവനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കും. അവൻ കാണിച്ച ചേഷ്ടകൾ, അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് സത്യസന്ധത. ഞാനങ്ങ് പോലീസ് കേസ് കൊടുത്ത് ഡിഫമേഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേന് അവന്മാരുടെ കയ്യിൽ നിന്നും പൈസ കിട്ടും. ആ പൈസ ഞാൻ പാവപ്പെട്ടവർക്ക് തന്നേക്കാം, എനിക്ക് വേണ്ടെന്ന്. അത് കേൾക്കുമ്പോഴേ നമ്മളെന്ത് പറയണം, നന്മയുള്ള തൊപ്പിയേ മാറ്റി നില്ല് മോനെ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തും. കാരണം എന്തുവാ, ഇത് മൂളയില്ലാതെ ചിന്തിക്കുന്നവന്മാർ ഒപ്പിയാണ് നന്മ എന്നാൽ വെച്ചാൽ മൂളയും കൂടെ ചിന്തിച്ച് കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാൻ പറ്റും. അവിടെയും ഇവന്റെ ഒരു കളി, എവിടെ കൊളുത്തണമെന്ന് ഇവനറിയാം. സംസാരത്തിനിടെ എവിടെ കൊണ്ടൊന്ന് കൊളുത്തി കഴിഞ്ഞാൽ ഈ സാധനം കയറി അവനിലേക്ക് ഫേവർ ചെയ്യുന്നുള്ളൊരു കാര്യം വ്യക്തമാക്കാം. കാരണം കഴിഞ്ഞ വീഡിയോ ലൈവ് സ്ട്രീം ചെയ്തപ്പോഴത്തേക്കിന് ഇവനെതിരെ വന്ന പല ആരോപണങ്ങളും ഒറ്റ അമ്മറ നേക്കഡ് വീഡിയോക്കകത്ത് അടിച്ചാൽ കളഞ്ഞില്ലേ? അത്രേ ഉള്ളൂ. അതുപോലൊരു സാധനമാണ് രണ്ടാമത് ഇവന് ചെറിയ ഒരു 6 മിനിറ്റ് വീഡിയോക്കകത്തും പുറത്തു വിട്ടത്. എന്തായാലും DGP ഉത്തരവിട്ടിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് സ്റ്റേഷനിൽ പരാതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓപ്പറേഷൻ തൂഫാൻ ഇതിന്റെ ഭാഗമായിട്ടുള്ളതല്ലേ, കറങ്ങി അടിച്ചോളൂ എന്തായാലും എന്നുള്ളത്.